പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം നോർമലി ഒരു ഓവറിയയിൽ ഒരു സിസ്റ്റായിട്ട് കാണുന്ന ഒന്നല്ല പോളിസിസ്റ്റിക് ഡിസീസ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വരുന്നതാണ്. സാധാരണയായി അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വന്നിട്ട് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ യോനിയിൽ കൂടി അത് മെൻസസ് ആയിട്ട് പോകുന്നു. നോർമലി ഒരു 28 ഡേയ്സ് സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ളവർക്ക് ഈ അണ്ഡാശയത്തിലുള്ള അണ്ഡം പുറത്തേക്ക് വരാതെ അണ്ഡാശയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ കുമിളകളായിട്ട് ഇരിക്കുമ്പോൾ ശരീരത്തിലുള്ള ഹോർമോൺ ലെവൽ ചേഞ്ച് ചെയ്യും. ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന് പകരം മെയിൽ ഹോർമോൺസ് ആൻഡ്രജൻ, ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഉണ്ടാകും. നോർമലി സൈക്കിൾ എന്ന് പറയുന്നത് 28 ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ ഈ കുട്ടികൾക്ക്, ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ളവർക്ക് മെൻസസ് 3 മാസം അല്ല 4 മാസം വരെ ഡിലേ വരാറുണ്ട്. ചില കേസുകളിൽ മെൻസസ് വന്നാൽ തന്നെ വളരെ കുറച്ച് മാത്രമേ സ്പോട്ടിംഗ് ആയിട്ട് സ്കാൻഡി മെൻസസ് എന്നാണ് പറയുന്നത്. അപ്പം മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് വരുന്നു. അതുപോലെ തന്നെ അവർക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സായിട്ട് ഈ മെയിൽ ഹോർമോൺ വരുന്നത് കൊണ്ട് മെൻസസ് അബ്നോർമാലിറ്റി ഉണ്ടാകുന്ന പോലെ തന്നെ ശരീരത്തിൽ വണ്ണം വയ്ക്കുക, വയറ് ചാടുക, അതുപോലെ തന്നെ മീശ വരിക, മുഖക്കുരു വരിക, ഈ ഹെയർ ബാൾഡിനെസ്, മെയിൽ പാറ്റേൺ എന്ന രീതിയിലുള്ള ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ട് ആ വ്യത്യാസങ്ങളെല്ലാം ശരീരത്തിൽ കാണാം. അതെല്ലാമാണ് ഈ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രഗ്നൻസി ആകാൻ ട്രൈ ചെയ്യുമ്പോൾ ഓവുലേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് പ്രഗ്നൻസി ആകാൻ ഒരു 50% ആൾക്കാർക്ക് പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ കാരണം ഇൻഫെർട്ടിലിറ്റി വരാം. അതുപോലെ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ളവർക്ക് ഫ്യൂച്ചറിൽ ഈ അഡൾട്ട്സിൻ്റെ ഏജും റീപ്രൊഡക്റ്റീവ് ഏജും കഴിഞ്ഞിട്ട് 30-40 വയസ്സാകുമ്പോൾ ഇതിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം, ഡയബറ്റീസ് ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അങ്ങനെ കുറേ കൂടുതൽ ഡിസീസുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇത് മെയിനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസിൻ്റെ കുറവ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഫുഡ്, പിന്നെ അമ്മയ്ക്ക് ഇത് ഇൻയൂട്രോ തന്നെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ഈ ചേഞ്ചസ് ഉണ്ടാകും. ഒരു 5% ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടാകാം. ജനറ്റിക് കൂടാതെ എൻഡോക്രൈന്, ഹോർമോണൽ വേരിയേഷന്, മെറ്റാബോളിക് സിൻഡ്രോം, അമാൽഗമേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് ആണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഒരു പേഷ്യൻ്റായിട്ട് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ, മാഡം ഞാൻ PCOD ആണെന്നും പറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഞാൻ പറയാം, അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഹോർമോൺ ലെവൽ മാറുന്നതുകൊണ്ട് കുറച്ച് എക്സസൈസും ചെയ്ത് ഡയറ്റ്, നമ്മൾക്കുള്ള വെയിറ്റ്, നോർമൽ വെയിറ്റ് ചെയ്യുന്ന അവർക്ക് ഒബേസിറ്റി കൂടുതലായിരിക്കും, ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു 5 to 10% വെയിറ്റ് കുറയ്ക്കുക, ഡയറ്റീഷ്യനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, എക്സസൈസ്, ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾക്കാർ അവർ പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രഷർ ഉണ്ടാകാൻ, ഡയബറ്റീസ് ഉണ്ടാകാൻ, അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇപ്പം ഡയബറ്റീസ് ഉണ്ടാകാൻ, അങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും, അതുപോലെ തന്നെ മാസം തികയാതെ പ്രസവിക്കുക, മെംബ്രെയിൻ പൊട്ടി, അമ്മയ്ക്ക് പ്രീമച്ചർ റപ്ചർ മെംബ്രെയിന്, ഇങ്ങനെയല്ല എല്ലാ കോംപ്ലിക്കേഷൻസും അമ്മയ്ക്കും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അസുഖമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ 80%-നും 90%-നും അമ്മമാർ ഞങ്ങളുടെ വരുന്നത്, മാഡം ഇവർക്ക് മെൻസസ് വന്നിട്ട് 3 മാസമായി, 4 മാസമായി. അപ്പോൾ ആദ്യമേ നമ്മൾ പറയും അതിന് കാരണം ഇതാണ്, പിള്ളേർ ഫോണും കണ്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അനങ്ങാതെ, ഇപ്പോൾ IT-കാരൊക്കെ ആണെങ്കിലും എക്സസൈസ് ഇല്ലാണ്ട്, അപ്പം നമ്മളൊരു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റെങ്കിലും എഴുന്നേറ്റ് നടക്കാനാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. അതിൻ്റെ ആ എക്സസൈസിൻ്റെ എന്ത് എക്സസൈസ് വേണം ചെയ്യാം, നടക്കാം, അല്ലെങ്കിൽ നമ്മൾ കഥയ്ക്കണം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഥയ്ക്കുവാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ 70 ആണെങ്കിൽ അതിൽ നിന്നൊരു 80, 90, 10 ബീറ്റ് കൂടാൻ പറയും എക്സസൈസ് എന്ന് പറയുമ്പോൾ. അത് ഡാൻസ് കൊണ്ടാകാം, സ്വിമ്മിങ് കൊണ്ടാകാം, ബാഡ്മിൻ്റൺ കളിച്ചാകാം, എന്ത് കളിച്ചാണെങ്കിലും ശരി, നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് 10 ബീറ്റ് കൂടിയിരിക്കണം, കഥയ്ക്കണം. ഇങ്ങനെ നമ്മൾ സ്കൂളിൽ നമ്മൾ എങ്ങനെയെല്ലാം കഴിഞ്ഞിരുന്നോ അതുപോലെ തന്നെയുള്ള എക്സസൈസ്, അത് കാലത്തിന് വന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ എക്സസൈസ് ചെയ്ത് തന്നെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യാം, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതിനാരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പോളിസിസ്റ്റിക് ഓവേറിയൻ നമ്മുടെ അതനുസരിച്ച് നമ്മുടെ ആഹാരക്രമങ്ങളൊന്ന് മാറ്റുക.
ആഹാരത്തിൽ കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതിനൊരു ഓപ്പറേഷനൊന്നും ഇല്ല. അത് ചിലർ ചോദിക്കും മാഡം ഇത് ഓപ്പറേഷൻ, ഇത് ഓവേറിയൻ സിസ്റ്റ് ആണോ? ഓവേറിയൻ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡിഫറെൻറ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പറേഷനോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കൗൺസിലിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സുഖമായിട്ട് നമുക്കൊരു നോർമൽ ലൈഫിന് സാധിക്കുന്നതാണ്.